പൂരങ്ങളുടെ പൂരം തൃശ്ശൂർ പൂരമെന്നാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പൂരം കൊടിയേറിയത് തൃശ്ശൂരായിരുന്നു. എല്ലാ കണ്ണുകളും സുരേഷ് ഗോപി ജയിക്കുമോ എന്നുള്ള ശ്രദ്ധയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ പൂരം കൊട്ടിക്കയറുന്നത് നമ്മുടെ തലസ്ഥാന മണ്ഡലമായ ലോക്സഭാ മണ്ഡലമായ തിരുവനന്തപുരത്താണ്. കേരളത്തിൽ BJPയും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരേ ഒരു ലോക്സഭാ മണ്ഡലമാണ് ഇപ്പോൾ തിരുവനന്തപുരം. തുടക്കത്തിൽ നമ്മൾ ത്രികോണ മത്സരമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഇപ്പോൾ കളം മാറിയിരിക്കുന്നു, കളികൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് അവിടുത്തെ നിയോജക മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, കോവളം, നെയ്യാറ്റിൻകര, ഇത്രയുമാണ് അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങൾ. ഇവിടെ ഒരു പ്രധാന ചോദ്യം ഉയരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമോ അല്ലെങ്കിൽ തരൂർ ജയിക്കുമോ എന്നൊരു പ്രധാന ചോദ്യമാണ് വരുന്നത്. അതിന് ഈ BJP ജയിക്കില്ല എന്ന് പറയുന്നവർ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്ന്, അവർ പറയുന്നത് 2019 തെരഞ്ഞെടുപ്പിൽ ശ്രീ കുമ്മനം രാജശേഖരനെ തരൂർ പരാജയപ്പെടുത്തിയത് 1 ലക്ഷം വോട്ടുകൾക്കാണ്. മറ്റൊന്നവർ പറയുന്നത് ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അവർ അത് എങ്ങോട്ടാണ് തിരിയുന്നത് അവിടെയാണ് ഇത് വിധി എഴുതുന്നത് എന്ന് പറയും. ഇത് തന്നെ നമുക്ക് ഒന്ന് പരിശോധിക്കാം, ഇതിനകത്ത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന്. ഇതിൽ യാഥാർത്ഥ്യമുണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് നമുക്ക് നോക്കാം. 2019 കുമ്മനം രാജശേഖരൻ 1 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ 2014 എന്ന് പറയുമ്പോൾ BJP ഇന്ന് കാണുന്ന BJP അല്ല, അത്ര ശക്തമൊന്നുമല്ല. നരേന്ദ്രമോദി ആദ്യമായി അധികാരത്തിലേക്ക് വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ രാജഗോപാലും ശശി തരൂരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ തരൂർ ജയിച്ചത് 15,470 വോട്ടുകൾക്കായിരുന്നു. അതായത് 2019 1 ലക്ഷം വോട്ടുകൾക്കാണ് കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിയതെങ്കിൽ രാജഗോപാൽ 2014 അന്ന് BJP അത്ര ശക്തമല്ല, നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ മത്സരിച്ച് രാജഗോപാൽ നേടിയത് 15,470. അപ്പോൾ സ്വാഭാവികമായും എതിരാളികൾ പറയും, അല്ലെങ്കിൽ നിരീക്ഷകർ പറയും, അത് രാജഗോപാൽ ആയതുകൊണ്ടാണ് അത്രയും വോട്ട് നേടിയത് എന്ന് പറയും. ശരിയാണ്. എന്തൊക്കെയായിരുന്നു രാജഗോപാലിൻ്റെ മെറിറ്റുകൾ? അത് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം കേന്ദ്രത്തിൽ സഹമന്ത്രിയായിരുന്നു. തിരുവനന്തപുരത്തിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞു. തീവണ്ടികൾ നൽകാൻ കഴിഞ്ഞു. ഇതൊക്കെയായിരുന്നു അന്ന് രാജഗോപാലിനെ ജനകീയമാക്കിയത്. ആ വോട്ടുകൾ തന്നെയായിരുന്നു ആ തരൂരിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ ഇടയാക്കിയത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിലേക്ക് അത് വരുമ്പോൾ, രാജഗോപാൽ മത്സരിക്കുമ്പോൾ കേന്ദ്ര സഹമന്ത്രി ആയിരുന്നു എങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ ആയിരുന്ന മന്ത്രിയല്ല, കേന്ദ്രമന്ത്രി തന്നെയാണ് മത്സരിക്കുന്നത്. BJP പഴയ BJP അല്ല. നരേന്ദ്രമോദി ശക്തനായി നിൽക്കുന്നു, BJP വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നു. 3ാം വട്ടവും അവർ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഏവർക്കും സംശയമില്ലാത്ത രീതിയിൽ നിൽക്കുമ്പോൾ ശക്തനിൽ ശക്തനായ സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നു. അതായത് ഈ ഫൈറ്റ് നമ്മൾ ഓർക്കേണ്ടത് 2000-ലെ ഫൈറ്റുമായി തന്നെയാണ്, അല്ലാതെ 2019-ലെ ഫൈറ്റുമായിട്ടല്ല. 2019-ൽ ശശി തരൂരിൻ്റെ ഒരു വോട്ട് വർദ്ധിക്കാനൊരു പ്രധാന കാരണമായത്, ഒന്ന്, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും അദ്ദേഹം വയനാട് നിന്നുള്ള പ്രധാനമന്ത്രിയാകുമെന്നുമുള്ള ഒരു വലിയ പ്രചാര വേല ഉണ്ടായിരുന്നു. ആ ഒരു വേലയുടെയും കൂടെ അടിസ്ഥാനത്തിലാണ് തരൂർ ജയിച്ചു കയറിയത്. തരൂരിന് പറ്റിയ എതിരാളി അല്ലായിരുന്നു കുമ്മനം രാജശേഖരൻ എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് ആ ജനം ആ വോട്ട് ചെയ്തത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നാം 2014 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതായത് ഇപ്പോൾ അവിടെ നടക്കുന്നത് ടൈറ്റ് ഫൈറ്റാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാജഗോപാൽ മത്സരിക്കുമ്പോൾ കേന്ദ്ര സഹമന്ത്രി ആയിരുന്ന ആളെങ്കിൽ ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്ര സഹമന്ത്രിയാണ്. അതായത് മോദി മന്ത്രിസഭയിലെ ഏറ്റവും ശക്തനായ മന്ത്രി. ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ വോട്ട് അഭ്യർത്ഥിക്കുകയും അവിടെ ചെല്ലുമ്പോൾ വോട്ടർമാർ അദ്ദേഹത്തോട് പറയുന്ന കാര്യങ്ങൾ ഉടനടി പരിഹാരം കണ്ടുപോകുന്ന ഒരു രീതിയിലാണ് പ്രചരണം മുൻപോട്ടും. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ സുരേഷ് ഗോപിയുടെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകുമെങ്കിലും മറ്റെങ്ങും നാം കാണാത്ത ഒരു പ്രചരണ രീതി തന്നെ. ഇനി രണ്ടാമത് BJP ജയിക്കില്ല എന്ന് പറയുന്ന മറ്റൊരു കാരണമുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണ്. ശരിയാണ്, ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണ് BJPയെ പിന്നോട്ടടിപ്പിക്കുന്ന തിരുവനന്തപുരത്ത്. അതിൽ യാതൊരു തർക്കവുമില്ല. ആ വോട്ടുകളുടെ കണക്കിലേക്ക് കൂടി നമുക്ക് ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. അതായത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള വോട്ടർമാർ 13,34,665 പേരാണ് നിലവിലുള്ള വോട്ടർമാർ. ഇതിൻ്റെ 19.1% ക്രൈസ്തവ വോട്ടുകളാണ്. ഇതിൽ തന്നെ ക്രിസ്ത്യൻ നാടാർ വരും, ലത്തീൻ വിഭാഗം വരും, പല വിഭാഗങ്ങൾ വരും. അങ്ങനെ ടോട്ടൽ ക്രൈസ്തവ വോട്ടുകളാണ് 19.1%. മുസ്ലിം വോട്ടുകൾ 13.72% തിരുവനന്തപുരത്തുണ്ട്. 66.46%
ഹൈന്ദവ വോട്ടുകൾ തന്നെയാണ്. ഈ ഹൈന്ദവ വോട്ടുകളിലും ഹിന്ദു നാടാർ അടക്കമുള്ള വിഭാഗങ്ങളുണ്ട്. അങ്ങനെ 3 വിഭാഗങ്ങൾ കൂടിയാണ് ഇതിൽ ഉള്ളത്. ഇവരുടെ ശതമാനം ഇങ്ങനെയാണ്. അപ്പോൾ 13,34,665 വോട്ടിൻ്റെ 19% എന്ന് പറയുമ്പോൾ, അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ട് എന്ന് പറയുമ്പോൾ 2,54,921 വോട്ടുകൾ വേണം. മുസ്ലിം സമുദായത്തിൻ്റെ 13.72% വോട്ട് എന്ന് പറയുമ്പോൾ 1,73,506 വോട്ടുകൾ ഉണ്ടാകണം. ഹിന്ദുക്കളുടെ വോട്ടുകൾ 8,87,018 വോട്ടുകളാണ്. ഇതാണ് ഈ വോട്ടർമാരുടെ എണ്ണം. ഇപ്പോൾ നമ്മൾ ഈ 13 ലക്ഷം പേരും, അതായത് ഈ 13,34,665 പേരും വോട്ട് ചെയ്യാൻ പോവുകയാണ് എങ്കിൽ എന്ത് സംഭവിക്കും എന്നുകൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഏത് തരത്തിലാകാം തരൂരിന് പരാജയം വരുന്നത്, ഇല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്നില്ല, രാജീവ് ചന്ദ്രശേഖർ തോൽക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഉള്ളത് കാര്യം ഇവിടെ കൂടെ നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പിന്നെ കുമ്മനത്തെ 1 ലക്ഷം വോട്ടിന് തരൂർ പരാജയപ്പെടുത്തിയതാണ്, അതുകൊണ്ട് BJPക്ക് പ്രതീക്ഷയില്ല എന്ന് പറയുമ്പോൾ ഞാൻ 2014 പോയി അതിൻ്റെ കാരണങ്ങളും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരുമായി താരതമ്യം ചെയ്ത് പറഞ്ഞു. ഇപ്പോൾ ഞാൻ അവരുടെ ഈ ജാതീയ കണക്കുകൾ, അത് ഈ മതപരമായ കണക്കുകളിലേക്കാണ് ഞാൻ പോകുന്നത്. ഇവിടെ BJPയും കോൺഗ്രസും കട്ടയ്ക്ക് മുന്നേറുന്ന 4 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം. ഇവിടെയെല്ലാം തന്നെ ഹിന്ദു ഭൂരിപക്ഷ നിയമസഭാ മണ്ഡലങ്ങൾ തന്നെയാണ്. ഇതിൽ ന്യൂനപക്ഷങ്ങൾക്ക് അപ്രമാദിത്വമുള്ള മണ്ഡലങ്ങൾ പാറശാല, കോവളം, നെയ്യാറ്റിൻകരയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ കണക്കിലേക്ക് പോയാൽ സ്വാഭാവികമായും BJPക്ക് ഇപ്പോഴത്തെ കണക്കിൽ, അതായത് 13,34,665 പേരും, അതായത് മുഴുവൻ വോട്ടർമാർ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. മാക്സിമം 70%, 74% വോട്ടിങ് നടക്കും. ഇനി 80% നടന്നാൽ പോലും ഇത്രയും വരില്ല. എങ്കിൽ പോലും നമ്മൾ മുഴുവൻ പേരെയും വോട്ട് ചെയ്യാൻ വിടുകയാണ്. മുഴുവൻ പേരും വോട്ട് ചെയ്യട്ടെ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തരൂരിനെ തോൽപ്പിക്കാനായിട്ട് ഈ രാജീവ് ചന്ദ്രശേഖർ നേടേണ്ടത് 1,33,466 വോട്ടാണ്. അത്രയും വോട്ടുകൾ നേടേണ്ട ആവശ്യമില്ല. അതിൻ്റെ പകുതി വോട്ടുകൾ ആര് നേടുന്നു? അതായത് രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കണമെങ്കിലും തരൂരിന് ഈ 1,33,466 വോട്ട്, ഞാൻ പറയുമ്പോൾ ഈ 13 ലക്ഷം വോട്ടർമാരും ബൂത്തിൽ ചെല്ലണം, എങ്കിലേ ഈ കണക്ക് ശരിയാകും. അത്രയും ചെല്ലില്ല. അപ്പോൾ സ്വാഭാവികവും ഇതിൻ്റെ ശതമാനം കുറഞ്ഞു വരും. അപ്പോൾ ഈ 1,33,466 വോട്ട് തരൂർ നേടിയെങ്കിൽ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കുക. അതായത് ഇതിൻ്റെ പകുതി വോട്ട് രാജീവ് ചന്ദ്രശേഖർ നേടിയാൽ സ്വാഭാവികമായും തരൂർ പരാജയപ്പെടും. അതായത് 70,000 വോട്ട്, അതായത് ഈ മുഴുവൻ വോട്ടർമാരും ബൂത്തിൽ വോട്ട് ചെയ്താൽ രാജീവ് ചന്ദ്രശേഖരന് ജയിക്കേണ്ടത് 70,000 വോട്ടാണ്. നമുക്കറിയാം ഈ മുഴുവൻ വോട്ടർമാരും ബൂത്തുകളിൽ ചെല്ലില്ല എന്നുള്ളത്. 70,000 വോട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അത് വളരെ കൂടുതലാണ് 70,000 വോട്ട്. കാരണം ഈ മുഴുവൻ വോട്ടർമാരും ഒരിക്കലും ചെല്ലില്ല. എങ്കിൽ പോട്ടെ, 70,000 വോട്ട് തന്നെ നമ്മൾ ഫിക്സ് ചെയ്യും. അങ്ങനെയെങ്കിൽ BJPയും കോൺഗ്രസും ഇഞ്ചോടിഞ്ച് പൊരുതുന്ന പുതിയതായിട്ടുള്ള കാലങ്ങളായി ഇഞ്ചോടിഞ്ച് പൊരുതുന്ന കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവും തിരുവനന്തപുരത്തും നേമത്തും അടക്കം BJP ഒരു 10,000 തൊട്ട് ഒരു 15,000-നടുത്ത് വോട്ടുകൾ അധികമായി പിടിച്ചാൽ സ്വാഭാവികമായി ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് കേവലം ഒരു 20,000, 25,000, മാക്സിമം 20,000, 25,000 വോട്ടുകൾ കൂടി മറിഞ്ഞാൽ സ്വാഭാവികമായും BJPക്ക് അവിടെ ജയിച്ച് കയറാൻ കഴിയും. ഇപ്പോഴത്തെ അവിടുത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഈ പറയുന്ന കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം മേഖലയിലെല്ലാം തന്നെ BJPയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ട്രെൻഡ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം വളരെ ശക്തനായ ഒരു കേന്ദ്രമന്ത്രി, ഈ തിരുവനന്തപുരത്തിൻ്റെ കേന്ദ്രമന്ത്രിയാണ്. കാരണം ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു നാഗരിക സ്വഭാവം കൂടി നാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ പിന്നെ ഇനി മൂന്നാമത്തെ ഒരു വാദഗതിയുണ്ട്, ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്നത്. ക്രോസ് വോട്ടിങ്ങിനുള്ള സാധ്യതകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. സാധ്യതകളുണ്ട് എന്നും ഇല്ല എന്നും നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇവിടെ ഈ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനാണ്. പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ഉള്ള വോട്ട് നിലനിർത്തുക എന്നുള്ളത് LDFൻ്റെ ഒരു ആവശ്യകത തന്നെയാണ്. കാരണം തിരുവനന്തപുരം കണക്കുള്ള ഒരു ലോക്സഭാ മണ്ഡലം, കാരണം തിരുവനന്തപുരം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് CPM ആണ്. തിരുവനന്തപുരത്തെ നേട്ടം കഴിഞ്ഞ നിയമസഭയിൽ ഉണ്ടാക്കിയത് CPM. അങ്ങനെ എല്ലാം കൊണ്ടും CPM നിറഞ്ഞാടി നിൽക്കുന്ന തിരുവനന്തപുരത്ത് LDFൻ്റെ സ്ഥാനാർത്ഥി വളരെ പിന്നാക്കം പോയി കഴിഞ്ഞാൽ ഒരുപാട് അപഖ്യാതികൾ കേൾക്കേണ്ടി വരും. പ്രത്യേകിച്ച് ED ഒക്കെ നോട്ടമിട്ട സാഹചര്യത്തിൽ അങ്ങനെയും ചില ആൾക്കാർ പറഞ്ഞു വരുത്തും. ക്യാപ്സൂളിന് കമ്പനി ഉള്ളതുകൊണ്ട് നാണോ മാനോ ഇല്ലാത്തതുകൊണ്ടും അത് കേട്ടാലും കുഴപ്പമില്ല എങ്കിലും പക്ഷേ അതിനൊരു പണിക്ക് അവർ പോകില്ല. ഇനി കോൺഗ്രസ്സുകാർ വോട്ട് മറിച്ച് പന്ന്യന് കൊടുത്തു കഴിഞ്ഞാലും പന്ന്യൻ ജയിക്കാനുള്ള സാധ്യതകൾ ഒരു തരത്തിലും ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇവിടെയാണ് ഇതൊരു ടൈറ്റ് ഫൈറ്റായി മാറുന്നതും ഇപ്പോഴത്തെ നിലയിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് മുൻതൂക്കമെന്ന് പറയേണ്ടി വരുന്നതും. ഏതായാലും തരൂരിൻ്റെ കാര്യത്തിൽ, അതായത് ഈ ഒരു ശതമാനം വെച്ച് നോക്കിയാലും നിങ്ങളിനി 2019 കഥ പറഞ്ഞാലും ആ കഥയൊക്കെ ഖണ്ഡിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും നിങ്ങൾക്കങ്ങനെ ചിന്തിക്കാൻ കഴിയുമെങ്കിൽ ഒരു വലിയ വിഭാഗത്തിന് തിരിച്ചും ചിന്തിക്കാൻ കഴിയുമല്ലോ. ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.